കത്തോലിക്ക സഭാ സമൂഹത്തിന്റെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ അഥവാ KRCCയുടെ 42ാമത് ജനറൽ അസംബ്ലിയാണ് ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ, അവയോടുള്ള കത്തോലിക്ക സമൂഹത്തിൻ്റെ പ്രതികരണങ്ങൾ, അങ്ങനെ സഭയെയും സമൂഹത്തെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒപ്പം ഈ അസംബ്ലിയിൽ KRCCയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക KRCCയുടെ പ്രസിഡന്റും കേരള ലത്തീൻ സഭാ അധ്യക്ഷനുമായ കോഴിക്കോട് ഉപമണ്ഡലാധ്യക്ഷൻ അഭിമന്യ വർഗീസ് ചക്കാരിക്കൽ പിതാവാണ്. അതോടൊപ്പം KRCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജൂഡ്, KSCAയുടെ പ്രസിഡന്റ് ശ്രീ ഷെറിജ് തോമസ്, KSCW വനിതാ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീമതി ഷെർലി, യൂത്ത് മൂവ്മെന്റ് കേരള ലാറ്റിൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ പ്രസിഡന്റ് ശ്രീ കാസി കൂപ്പന, CSS എന്ന പ്രസ്ഥാനത്തിന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീ ബെന്നി, KLCയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ബിജു ജോസി, KRCCയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ശ്രീ പാട്രിക് മൈക്കിൾ, വനിതാ സെക്രട്ടറി ശ്രീമതി മെറ്റിൽഡ, മറ്റൊരു സെക്രട്ടറി ശ്രീ പ്രബലദാസ്. ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫാദർ തോമസ് തറയിൽ, KRCCയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ ബിഷപ്പ് വർഗീസ് ചക്കാരിക്കൽ, കോഴിക്കോട് ഉപമണ്ഡലത്തിലാണ്. കേരള റീജിയൻ ലാറ്റിൻ ബിഷപ്പ് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. കേരള റീജിയൻ ലാറ്റിൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ ജനറോസിറ്റിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ KRCCയുടെ സമ്മേളനം കഴിയുമ്പോൾ ഇതിൻ്റെ വാർത്തകൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നതിന് ഞാൻ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ KRCC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്നുള്ള പ്രതിനിധികൾ വന്ന് വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമിതിയാണ്. ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾക്കുള്ള ഒരു ഫീലിംഗ്, പൊതുവായിട്ട് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ ജനങ്ങൾ കൂടുതലും ജീവിക്കുന്നത് തീരദേശങ്ങളിലാണ്, പാവപ്പെട്ടവരാണ്. എന്നാൽ ഞങ്ങൾക്ക് ധാരാളം സ്ഥാപനങ്ങളും പള്ളികളും കോളേജുകളൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ആളുകൾ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വിഴിഞ്ഞം മുതലപ്പുഴി പ്രശ്നങ്ങൾ ഇന്നും തീരാതെ കിടക്കുകയാണ്. ഞങ്ങളുടെ പത്തനാമാരുടെ പേരിൽ ഇന്നും കേസുണ്ട്. അതൊന്നും ഇന്നും തീർന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ
ഈ കടൽ ഭിത്തി കെട്ടുന്നതിനെ കുറിച്ചുള്ളതാണ്. കടൽ ഭിത്തി ചെല്ലാനത്തൊക്കെ പൂർത്തീകരിച്ചു. മറ്റു സ്ഥലങ്ങളിലേക്ക് അത് ഇന്നും വ്യാപിപ്പിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ജൂലൈ മാസം വളരെയധികം വെള്ളം കയറുകയും അവിടെയുള്ള ജനങ്ങൾക്ക് തീരാ ദുഃഖം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കുറിച്ച്, ലത്തീൻ കത്തോലിക്കരെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഒരു JB കോശിക് കമ്മീഷൻ നിയോഗിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് വേഗം തന്നെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേഗം തന്നെ ഗവൺമെൻറ് ഇടപെട്ട് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദളിത് ക്രിസ്ത്യൻസിൻ്റെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതും തീർക്കണമെന്ന് ഗവൺമെൻറ്റിനോട് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ പാവപ്പെട്ട ജനതയുടെ, ഈ അവഗണിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഗവൺമെൻറ്റിലുള്ളവർ തന്നെ, മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റെല്ലാവരും രംഗത്ത് വരണമെന്നും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പലയിടങ്ങളിലും കിട്ടാതെ വരുന്നുണ്ട്. നിയമം അനുസരിച്ച് ബിഷപ്പിൻ്റെ കത്തുണ്ടെങ്കിൽ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ പലരും കൊടുക്കാനായിട്ട് മടിക്കുന്നു എന്നുള്ളതാണ്. പല പാവപ്പെട്ട മനുഷ്യരും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയാൽ അതിനു വേണ്ടി ഒത്തിരി അവർ പാട് കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. അപ്പോൾ മീഡിയ പ്രവർത്തകരായ നിങ്ങൾ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ആളുകളെ അറിയിക്കാനും അതുവഴിയായിട്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ജൂഡ് പറയുന്നതായിരിക്കും. പിതാവ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ 12 ലത്തീൻ കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ സമ്മേളിക്കുകയും ലത്തീൻ കത്തോലിക്ക ജനസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി വിലയിരുത്തുകയും ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കറിയാം, കേരളത്തിൻ്റെ അധികാര ഘടനയിലും ജനാധിപത്യ സംവിധാനത്തിലും അർഹമായ മതിയായ പ്രാതിനിധ്യം കിട്ടാത്ത ഒരു സമൂഹമാണ് കേരളത്തിലെ ലത്തീൻ സമൂഹം ഉൾപ്പെടെയുള്ള പിന്നോക്ക സമൂഹങ്ങൾ. മുന്നോക്ക സമൂഹങ്ങളും സമുദായങ്ങളും അധികാരഘടനയിൽ ചെലുത്തിയിരുന്ന സ്വാധീനം ഉപയോഗിച്ച് അനർഹമായ വലിയ പങ്കാളിത്തം നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം പിന്നോക്ക സമൂഹങ്ങൾ പിന്തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അർഹമായ പ്രാതിനിധ്യം ലഭിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ സമൂഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം. ഇത് സംബന്ധിച്ച നിജസ്ഥിതി വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാന രേഖയായിട്ടാണ് ജാതി സർവേ പരിഗണിക്കേണ്ടത് എന്നാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും ആനുപാതിക പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് സാമുദായിക സംവരണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ സമുദായങ്ങൾക്കും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കുന്നതുവരെ ആ സാമുദായിക സംവരണം തുടരുകയും വേണം. അപ്പോൾ സർക്കാർ ഉദ്യോഗത്തിലെ സാമുദായിക പ്രാതിനിധ്യത്തെ സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ സർക്കാർ ഉടനടി പുറത്തുവിടണം എന്ന് ഈ സമ്മേളനം ആവശ്യപ്പെട്ടു. അധികാര, ഉദ്യോഗ, വിദ്യാഭ്യാസ, സാമ്പത്തിക മണ്ഡലങ്ങളിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്താനുള്ള നടപടികൾ അടിയന്തരമായി സർക്കാർ സ്വീകരിക്കണം. പിതാവ് സൂചിപ്പിച്ചു JB കോശിക് കമ്മീഷൻ റിപ്പോർട്ട്. ആ JB കോശിക് കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നാക്കാവസ്ഥ പഠിക്കാനാണ്. അതിൽ തന്നെ സവിശേഷമായി ലത്തീൻ കത്തോലിക്കർ, മത്സ്യത്തൊഴിലാളികൾ, മലയോര കർഷകർ, ദളിത് ക്രൈസ്തവർ, ഇവരുടെ പ്രത്യേക
വിഷയങ്ങളിൽ പ്രത്യേക പഠനം നടത്തണമെന്ന് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത് വാസ്തവത്തിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ്. ആയതുകൊണ്ട് JB കോശി കമ്മീഷൻ ശുപാർശകൾ അതിൻ്റെ പ്രോസസ്സ് 284 ചോദ്യങ്ങൾ, നിർദ്ദേശങ്ങൾ കഴിഞ്ഞ നവംബർ 10-ാം തീയതി ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലേക്ക് അഭിപ്രായ രൂപീകരണത്തിന് അയച്ചിട്ടുണ്ട്. 2 ആഴ്ച സമയം നൽകിയിരുന്നു. ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനിയും കാലവിളംബമില്ലാതെ ആ പ്രോസസ്സ്, ആ പ്രക്രിയ പൂർത്തിയാക്കി JB കമ്മീഷൻ റിപ്പോർട്ട് ഉടനടി പ്രസിദ്ധീകരിച്ച് അതിനുള്ള ശുപാർശകൾ നടപ്പിലാക്കണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, നമുക്ക് ലത്തീൻ കത്തോലിക്കർ ഇടനാട്ടിലും മലനാട്ടിലും ഉണ്ട്. പക്ഷേ പ്രധാനമായും അധിവസിക്കുന്നത് തീരദേശത്താണ്. എന്നാൽ തീരപ്രദേശത്ത് ഇന്ന് ഉപജീവനത്തിന് സാധ്യതകൾ, അവരുടെ ആവാസ വ്യവസ്ഥകളൊക്കെ തകിടം മറിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ നയപരിപാടികൾ, കേന്ദ്ര സർക്കാരിൻ്റെ നീല സമ്പദ് വ്യവസ്ഥയുമായി, ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട നടപടികൾ, തീരക്കടലിലെയും തീരത്തും നടത്തുന്ന ദൃഢഘടനകളുടെ നിർമ്മാണങ്ങൾ, പോർട്ട് ഉൾപ്പെടെയുള്ള ദൃഢഘടനകളുടെ നിർമ്മാണങ്ങൾ, നമ്മുടെ ധാതുമൂലങ്ങളുടെ ഖനനം, അതേപോലെ ഇപ്പോൾ കാറ്റാടിപ്പാടങ്ങളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട ലീസിന് കൊടുക്കാനുള്ള നടപടികൾ, ഇവയൊക്കെ തീരത്തും തീരക്കടലിലും മത്സ്യബന്ധനം നടത്തി വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന സാധ്യത ഇല്ലാതാക്കുകയും അവരുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ പൂർണ്ണമായും ഒരു ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. അവരെ സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാവണം. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇനിയും നടപ്പിലാക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അത് നടപ്പിലാക്കണം. മുതലപ്പൊഴിയിലുള്ള അശാസ്ത്രീയമായ അത് പരിഹരിക്കണം. അതുപോലെ വിഴിഞ്ഞം സമരവും മുതലപ്പൊഴി സമരവുമായി ബന്ധപ്പെട്ട് അവിടെ സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികൾക്കും അതിന് നേതൃത്വം നൽകിയ വൈദികരുൾപ്പെടെയുള്ള നേതാക്കൾക്കുമെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അകാരണമായി പല കാരണങ്ങളും ചുമത്തി അന്യായമായ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവ പിൻവലിക്കണം എന്നുകൂടെ ഈ സമ്മേളനം ആവശ്യപ്പെട്ടു. അടുത്ത 2 വിഷയങ്ങൾ സംസാരിക്കുന്നത് KLCയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J. തോമസ്. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, 2019 കേരളത്തിലെ തീരപ്രദേശത്തെ നിർമ്മാണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള CRZ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങിയത് 2019 ജനുവരിയിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് വരെയും ആ വിജ്ഞാപനത്തിൻ്റെ പ്രയോജനം ആളുകൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള CZMP കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ പുറത്തിറങ്ങിയിട്ടില്ല. പലതവണ നമ്മളിത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് പുറത്തിറക്കി. ആ ഡ്രാഫ്റ്റിൽ പല സ്ഥലങ്ങളിലും പരിശോധനകളൊക്കെ നടത്തി പോയെങ്കിലും ആ ഡ്രാഫ്റ്റിൽ 2 ന്യൂനതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, IIMP എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ ഇപ്പോൾ പുറത്തിറക്കിയ ഡ്രാഫ്റ്റിലില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് കടൽ പ്രദേശമല്ലാതെയുള്ള ഉൾനാടൻ ജലാശയങ്ങളിൽ, ഉൾനാടൻ കരപ്രദേശങ്ങളിൽ, അവിടങ്ങളിലുള്ള ചെറിയ ദ്വീപുകൾ, ഇപ്പോൾ എറണാകുളത്ത് തന്നെ 1500ഓളം അറൗണ്ട് ചെറിയ ദ്വീപുകളുണ്ടെന്നാണ് അവരുടെ തന്നെ മാപ്പിൽ പറയുന്നത്. ആ ദ്വീപുകളിൽ ഈ പുതിയ വിജ്ഞാപനത്തിൻ്റെ NDZ നോ ഡെവലപ്മെൻറ്റ് സോണിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിർമ്മാണം നടത്തണമെങ്കിൽ, അതിൻ്റെ ഗുണം ലഭിക്കണമെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ വരണം. പക്ഷേ ആ പ്ലാൻ ഇല്ലാതെയാണ് ഇപ്പോഴുള്ള കരട് വിജ്ഞാപനം അന്തിമഘട്ടത്തിലേക്ക് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരത്തുള്ള ആളുകൾക്ക് പുതിയ വിജ്ഞാപനത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. മുമ്പ് 91-ലെയും പിന്നീട് 2011-ലെയും വിജ്ഞാപനത്തിൽ നിന്ന് വിരുദ്ധമായി ഒരു ഇളവായി 2019 വിജ്ഞാപനത്തിൽ വന്നത് NDZ നിർമ്മാണ നിരോധിത പ്രദേശങ്ങളിലും തദ്ദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ ഡ്വെല്ലിംഗ് ഹൗസ്, വീടുകൾ നിർമ്മിക്കാൻ അവസരമുണ്ട്. പക്ഷേ അങ്ങനെ അവസരം വരണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ പ്ലാനിൽ ഉൾപ്പെടുത്തണം. അവിടെ സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റിയും മറ്റ് ശുചിത്വ സംവിധാനങ്ങൾ, അങ്ങനെ പ്രാദേശികമായി ചില പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താതെയാണ് ഇപ്പോഴത്തെ കരട് മാപ്പ് വീണ്ടും അന്തിമമായി പുറത്തിറങ്ങാൻ പോകുന്നത്. അതിൻ്റെ മറ്റൊരു വശം, ഈ പ്ലാനിൽ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിന് കാണിക്കുന്ന പ്രാധാന്യം
ഈ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുടെയും തദ്ദേശവാസികളുടെയും ഭവന നിർമ്മാണം സംബന്ധിച്ച വിഷയത്തിൽ ഇപ്പോഴുള്ള കരട് മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. മാത്രമല്ല ഇതിനി ഡൽഹി വരെ പോയി അത് പുതിയ വിജ്ഞാപനമായി ഈ മാപ്പ് പുറത്തിറങ്ങുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല NGT ഹരിത ട്രൈബ്യൂണൽ പറഞ്ഞനുസരിച്ച് ഷോർ ലൈൻ മാനേജ്മെൻറ്റ് പ്ലാൻ അതെല്ലാ തീരത്തും വേണം. ആ പ്ലാൻ കൂടി ഇല്ലാതെയാണ് ഇപ്പോഴത്തെ CZMP കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ന്യൂനതകൾ പരിഹരിക്കണം എന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു വിഷയം, നിരവധി വില്ലേജ് ഓഫീസുകളിൽ ഈ സമുദായ സർട്ടിഫിക്കറ്റ് ഒരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. JB കോശി കമ്മീഷനിൽ വളരെ കൃത്യമായിട്ട് പിതാവ് സൂചിപ്പിച്ചു, കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിഷപ്പുമാർ നൽകുന്ന കത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന് സഹായകരമായ രേഖയായി ഉപയോഗിക്കണമെന്നാണ് നിലവിലെ ഉത്തരവ്. പക്ഷേ അതിന് പകരം ബിഷപ്പുമാർ നൽകുന്ന കത്ത് ആധികാരിക രേഖയായി കണക്കിലെടുത്ത് അവർ സമുദായാംഗങ്ങളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നടപ്പിലായി വരേണ്ടതുണ്ട്. അവസാനത്തെ ഒന്ന് തീരദേശ ഹൈവേ സംബന്ധിച്ചാണ്. തീരദേശ ഹൈവേയിൽ ഒരു പാക്കേജ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ പാക്കേജിൽ പറയുന്നത് പൊതുവിലുള്ളൊരു പാക്കേജിനെ പറ്റി മാത്രമാണ്. പക്ഷേ അതല്ല, പുതിയ നിയമപ്രകാരം ഈ മത്സ്യത്തൊഴിലാളി, മത്സ്യമേഖലയിലുള്ള ഫിഷർമെൻ, ഫോക്ക്, ബോട്ട്മെൻ അങ്ങനെയൊക്കെയുള്ള നിർവചനങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പ്രത്യേക പരിഗണന പുതിയ പാക്കേജിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് പകരം ഭൂമിയും പിന്നെ സ്വാഭാവികമായും കൊടുക്കേണ്ട നഷ്ടപരിഹാരവും കൊടുക്കണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നടന്നു വരുന്നത് പല സ്ഥലങ്ങളിലും സർവേയാണ്. ആ സർവേക്ക് ശേഷമാണ് സാമൂഹിക ആഘാത പഠനം നടക്കേണ്ടത്. അതിനുശേഷമാണ് പദ്ധതിയെ പറ്റിയുള്ള അടുത്ത തീരുമാനം വരേണ്ടത്. പക്ഷേ അതിനെല്ലാം മുമ്പേ തന്നെ പാക്കേജ് പുറത്തിറക്കി ആ പാക്കേജ് സംബന്ധിച്ചും ഈ പറയുന്ന ആശങ്കകൾ ഞങ്ങൾക്കുണ്ട് എന്ന് അറിയിക്കുകയാണ്. നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി അടക്കം കൊച്ചിയിൽ വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രിസ്മസ് വിരുന്നിനൊക്കെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ക്രൈസ്തവ വിഭാഗത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിൽ ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ക്രിസ്മസ് വിരുന്നൊക്കെ നടത്തുന്നത്. ഇത് രണ്ട് നിലപാടാണ്, ഇരട്ട നിലപാടാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ നിങ്ങളുടെ നിലപാട്? പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതേസമയം അതിലൊക്കെ പറയുന്നത് പോലെ തന്നെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്ക് പീഡനം ഏൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പല ഇഷ്യൂസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത് കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത്. പൊതുവെ പറഞ്ഞാൽ ഡൽഹിയിലുള്ള ഗവൺമെൻറ്റിന് ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ട്. അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ചില വശത്ത് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ധാരാളമായി പീഡനങ്ങൾ പല സ്ഥലങ്ങളിലും ഏൽക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. എന്തോ ഇരട്ടത്താപ്പെന്ന് ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ പ്രധാനമന്ത്രിക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടാവും. അതേസമയം വേറെ ചിലർക്ക് അത് വേണ്ടാന്നും ഉണ്ടാവും. അതുകൊണ്ട് നടക്കുന്നതായിരിക്കും അങ്ങനെ. മണിപ്പൂരിലടക്കം ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവരെയും അതിക്രൂരമായാണ് ആക്രമിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടി. അപ്പോൾ കേരളത്തിൽ പക്ഷേ അവരുടെ പാർട്ടി കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകളുടെ മേലധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് ഒരു രക്ഷതാപല്ലേ എന്നുള്ളതാണ്. അതെ, ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ ധരിപ്പിക്കാനും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ ധരിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതുപോലെ അവരെടുക്കുന്ന സ്റ്റെപ്പ് ഞാൻ പറയും നല്ല സ്റ്റെപ്പുകളാണ്. അതുവഴിയായിട്ട് നമുക്ക് കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. എന്താണ് അവിടെ അങ്ങനെ ചെയ്തത്, എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ ഈ ക്രിസ്മസ് വീക്കിലൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്ക കേന്ദ്ര സർക്കാർ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയായിരുന്നോ വേണ്ടി? എല്ലായിടത്തും ആശങ്കകൾ ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും അവർ എടുക്കുന്ന സ്റ്റെപ്സ്, പോസിറ്റീവ് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ
പിന്നെ മറ്റു സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ആര് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ വിരുന്നിൽ പങ്കെടുക്കുന്ന ഈ സഭകളുടെ പ്രതിനിധികൾ കൃത്യമായി ആശങ്ക കേന്ദ്ര സർക്കാരിനെയോ ആ നേതൃത്വത്തെ അറിയിച്ചിട്ടില്ലല്ലോ. അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പറയാം, നമ്മളൊരു വിരുന്നിനൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അതൊരു സൗഹൃദ മീറ്റിംഗാണ്. ആ സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പ്രൈവറ്റായിട്ട് പ്രധാനമന്ത്രിയൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി വിളിക്കാറുണ്ട്, അതുപോലെ പ്രധാനമന്ത്രി വിളിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു സമയമല്ല, പക്ഷേ എന്താ പറയുന്നത്, ഒരു സൗഹൃദ സമ്മേളനമാണ്. അങ്ങനെ സൗഹൃദ സമ്മേളനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെയുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്കൊരു പരിമിതി ഉണ്ട് അതിനകത്ത്. ഇന്നലെ കളത്തിപ്പറമ്പിൽ പിതാവ് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇനി എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ഒരിക്കൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. ആ നിലപാട് തന്നെയാണ് മറ്റുള്ളവർക്കുള്ളത്. അതെ, അത് ശരിയല്ലേ. എപ്പോഴും ജനാധിപത്യ രീതിയിൽ ആരെന്ന് ചെയ്താലും അതിന് ഭരണാധികാരിയോ മറുപടി പറയേണ്ടതായിട്ട് വരും. എന്തു ചെയ്താലും അതിന് ഉത്തരം നൽകേണ്ടതായിട്ട് വരും. കാരണം ജനാധിപത്യ രീതി എന്ന് പറഞ്ഞതാണ് 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഭരിക്കുന്നവരാണ് ഭരണാധികാരികൾ. അവർക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ തീർച്ചയായിട്ടും നിറവേറ്റും. അത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയൊന്നും നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ ഭരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ ക്രൈസ്തവ സഭകളുടെയൊക്കെ നിലപാടും വളരെ സ്വാധീനിക്കും. അപ്പോൾ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും കേരളത്തിലടക്കം സ്വീകരിക്കുക? ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം മുൻപേ തുടങ്ങി ഈ KRCCക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം പ്രശ്നാധിഷ്ഠിതമായ മൂല്യാധിഷ്ഠിതമായ സമദൂര സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൽ ഞങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. എല്ലാ പാർട്ടികളോടും സമദൂരമായിട്ടുള്ള ഇതാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള മെത്രാന്മാരൊക്കെ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ഞങ്ങൾക്കൊരിക്കലും ഈ പാർട്ടി പരമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ മൂല്യാധിഷ്ഠിത പ്രശ്നാധിഷ്ഠിത സമദൂര സിദ്ധാന്തത്തെപ്പറ്റി ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആരോടും ഇപ്പോൾ ഒരു കമ്മിറ്റഡൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ മൂല്യാധിഷ്ഠിത പ്രശ്നാധിഷ്ഠിത സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത് ഞങ്ങളെടുത്ത സിദ്ധാന്തമാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ പറ്റും. അതെ, ഓരോ കാര്യങ്ങളനുസരിച്ച് നമ്മളിപ്പോൾ കംപ്ലീറ്റ് അവഗണിച്ച് നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ പോകുകയാണെങ്കിൽ അതിൽ മാറ്റം വരുത്താനൊക്കെ പറ്റില്ല. അപ്പോൾ അത് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച സർക്കാരുകൾ എല്ലാവരുടെയും സർക്കാരാണ്, മുഴുവൻ ആളുകളുടെയും സർക്കാരാണ്, ഒരു വിഭാഗത്തിലല്ലാതെ. അതെ, നിലവിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? സർക്കാർ ഒരു വിഭാഗത്തിനാളാണ്, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നില്ലാത്തൊരു തോന്നലുണ്ടോ കേരളത്തിൽ? നിലവിൽ എല്ലാവർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരുടെയും സർക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യങ്ങൾ എല്ലാം അതുപോലെ നടന്നു പോകുന്നില്ല. ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളും നടത്താത്തത് കൊണ്ട് അസംതൃപ്തി ഉണ്ട്. ഒപ്പം നിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവർ പലരുടെയും ഒപ്പം നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യം കൂടെ നടത്തി തരാനായിട്ട് അവർ മുന്നോട്ട് വന്നാൽ മതി. കുറച്ചുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ജനമധ്യത്തിൽ
ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ ഉപയോഗിക്കാൻ നിങ്ങളെ എല്ലാവർക്കും കേരളത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോഫ്റ്റ് കോപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാം. God bless you. എല്ലാവർക്കും നന്ദി.